ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കസിൻ്റെ വീട് ഹൗസ് വാമിംഗ് ഫംഗ്ഷനാണ്. അത് ഞങ്ങളതിന് വന്നേക്കുവാണ്. ഇതാ കാണുന്ന കേട്ടോ ഞങ്ങളുടെ കസിൻ. ഹൗസ് വാമിംഗ് ഓൾറെഡി 2 ദിവസം മുന്നേ കഴിഞ്ഞായിരുന്നു, അതിൻ്റെ ഫംഗ്ഷനായിരുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുൾ ടൈം കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത ആൾക്കാരൊക്കെ പുറത്ത് വന്നും പോയി നിൽപ്പുണ്ട്. ഇത് അകത്തിവിടെ അമ്മമാരൊക്കെ ഗിഫ്റ്റ് അൺബോക്സിങ് നടക്കുന്നത്. ഇത് രണ്ടും എൻ്റെ വേറൊരു കസിൻസ് ആട്ടോ. ഇവർ എന്നെ കളിയാക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അതായി കാണുന്നത്. ഈ മുന്നോട്ട് പോകുന്നത് എൻ്റെ വേറൊരു കസിൻ ചേച്ചിയുടെ വീട് കൊട്ടാരക്കര. ചേച്ചി പകുതി ദൂരം എൻ്റെ കൂടെ ഉണ്ട്. അമ്പാടി എൻ്റെ കൂടെ വരുന്നില്ല കേട്ടോ. എൻ്റെ കൂടെ ബാഗ് കൊണ്ടുപോക്കാനായിട്ട് ബസ്സിനകത്ത് കയറുന്നതേ ഉള്ളൂ. എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് അമ്പാടി വരാത്തതിൽ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്പാടി വരും. ബസ് എടുത്തു, അവരോടൊക്കെ ടാറ്റാ ബേബി പറഞ്ഞു. ഞാനങ്ങനെ പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ സീറ്റിനടുത്ത് ഒരാൾ വന്നിരുന്നത്. ഞാൻ ആദ്യം ഉറക്കപ്പിച്ചിൽ അങ്ങനെ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് അയാളെ നോക്കിയിട്ട് വീണ്ടും ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ എപ്പോഴും ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് പുള്ളി ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന്. ഇതാട്ടോ ഞാൻ പറഞ്ഞ സാറിൻ്റെ പേര് അശോക് എന്നാ. ഞങ്ങൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചായിരുന്നു. ഏതാണ്ട് ഒരു 5-6 മണിക്കൂറുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി സംസാരിച്ചു. അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. എന്നാലും വലിയ ബോറടിപ്പിച്ചൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ ലാസ്റ്റ് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പൊക്കെ എത്തി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി ഈ സാറിനെ എവിടെയെങ്കിലും വെച്ച് കാണാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നേക്ക് നിർത്തുന്നു. ലവ് യു ഓൾ.